ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നെക്ക് ഡിസൈൻ ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണിത്. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്തിടാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ച് ആണ്. ലെങ്ത് വരുന്നത് 12.5 ഇഞ്ചും ആണ്. ഇനി നമുക്ക് ഈ ഒരു കുർത്തിയുടെ നല്ല വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ മേലെ വെച്ചിട്ടുള്ളത് നല്ല വശമാണ്. ആദ്യം നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. സെന്ററിൽ കൂടി ഒരു ലൈന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്കായിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്റെ നെക്ക് ലെങ്ത് വരുന്നത് 6.25 ഇഞ്ച് ആണ്. അപ്പൊ നമ്മൾ 5 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1 ഇഞ്ചോ അല്ലെ 1.5 ഇഞ്ചോ കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ ഇത് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതിന്റെ സെന്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈനും അതുപോലെ തന്നെ താഴത്തെ ലൈനും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തു. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ സ്റ്റിച്ച് ഇടുമ്പോൾ ഈ ഒരു കോർണർ, ഈ ഒരു ഭാഗം വരുമല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരു തവണ ഫോൾഡ് ചെയ്യാം, പിന്നെ വീണ്ടും ഒരു തവണ കൂടി ഫോൾഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ കോൺ ആയിട്ടുള്ള ഷേപ്പ് കിട്ടും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ച് ആണ്. നെക്ക് ലെങ്ത് വരുന്നത് 6.25 ഇഞ്ചും ആണ്. ഇനി നമുക്ക് അവിടെ ബോക്സ് വരഞ്ഞെടുക്കാം.
ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. നമ്മൾ റൗണ്ട് നെക്ക് അല്ല കൊടുക്കുന്നത്, ഇതുപോലെ ജസ്റ്റ് ഈ ഒരു കർവ് വരഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ ഈ ഒരു കോർണറിൽ. പിന്നെ നമുക്ക് സൈഡിൽ ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇതൊരു ഫാബ്രിക്കിലേക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ സൈഡിൽ സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുർത്തിയുടെ പീസിലേക്ക് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുർത്തിയുടെ നല്ല വശവും ഈ ഒരു പീസിന്റെ നല്ല വശവും ഒരുമിച്ച് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെന്ററിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നോച്ചസ് ഇട്ട് കൊടുക്കാം. ത്രെഡ് കട്ട് ചെയ്ത് പോവാതെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. ഇതിന്റെ എഡ്ജിൽ കൂടി നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബട്ടൺ ഇവിടെ പിടിപ്പിച്ചു കൊടുക്കാം, കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.